പാസ്പോർട്ട് മാറ്റം സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തലാണ്. ഇന്ത്യൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയേക്കാൾ വലുതായൊന്നും അംഗീകാരം ഒരു വിദേശ പാസ്പോർട്ടിനും കയ്യിലിരുന്നുകൊണ്ട് നേടാനാവില്ല. ഏത് വിദേശ പാസ്പോർട്ട് എടുത്താലും ഇന്ത്യൻസ് എവിടെയും ഇന്ത്യൻസ് തന്നെയാണ്, ഒരു മാറ്റവും. വിദേശിയുടെ മനസ്സിൽ നമ്മൾ നാട് വിട്ട് അവനെ തേടിയ തൊഴിൽ അന്വേഷകരാണ്. സ്വന്തം വീടും നാടും തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. നമ്മുടെ ടൈപ്പിൽ നമ്മൾ ഈ ഇടയ്ക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് വേഴ്സസ് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറഞ്ഞിരുന്നു. അതിനകത്ത് വന്ന കമൻറ്റുകളാണ്. എന്താണ് ബ്രോയ്ക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് തോന്നുന്നത്? അതിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ലൈക്കൊക്കെ വന്നൊരു കമൻ്റ് അല്ലേ ബ്രോ? അത് സംഭവം അദ്ദേഹം നാട്ടിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അയാൾ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിതിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഏകദേശം ഒരു 15-16 വർഷത്തോളം ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ അടുത്തൊന്നും നാട്ടിൽ പോയി ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ നാട്ടിൽ എനിക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ബ്രിട്ടീഷ് സിറ്റിസൺ എന്ന് പറയുന്ന അവർ തരുന്ന ഒരു റൈറ്റ്സ് ആണ്. അതെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. അതിലെനിക്കൊരു ഐഡൻറ്റിറ്റി ലോസും തോന്നുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ ആ പുള്ളി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴും എത്നിസിറ്റി എന്ന് പറയുന്ന കാറ്റഗറി വരും. അതിൽ ഞാൻ ഒരിക്കലും വൈറ്റ് ബ്രിട്ടീഷ് മാൻ എന്നല്ല ഇടുന്നത്. ഐ ഓൾവേസ് മേക്ക് ഷുവർ ഐ ആം ആൻ ഇന്ത്യൻ. അതവിടെ നമ്മൾ ക്ലിയർ ആണ്. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ഐഡൻറ്റിറ്റിയെ നമ്മൾ മറയ്ക്കാൻ അവരത് അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ടിക്ക് ബോക്സിൽ കൊടുക്കണമെങ്കിൽ ഏഷ്യൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ടിക്ക് ബോക്സ് കൊടുക്കാനുള്ള ഒരു അവസരം പോലും നമുക്ക് അവർക്കുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല ഇദ്ദേഹം പറയുന്ന കമന്റിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഫോർക്കും സ്പൂണും വെച്ചിരുന്ന് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊന്നുമല്ല. വി ആർ നോട്ട് ലൂസിങ് എനിത്തിങ്. നമ്മുടെ കൾച്ചർ നമ്മൾ ലൂസ് ചെയ്യുന്നില്ല. സോ എൻഡ് ഓഫ് ദ ഡേ എന്താണ് ഇവിടെ മാറ്റം സംഭവിച്ചത്? പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തികളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ചില വ്യക്തികളുണ്ട്, ഒരു പുതിയ ഐഡന്റിറ്റി എടുക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പേര് മാറ്റുക, പേര് ചിലപ്പം ചെറിയ രീതിയിൽ മാറ്റുക, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു വെസ്റ്റേണൈസ്ഡ് രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവരെ കണ്ടു പഠിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അനുകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ആരും ചെയ്യാറില്ല. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ അനുകരിക്കുന്ന പോലെയുള്ള ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഉള്ളവരെ വെച്ചിട്ടായിരിക്കാം ഇദ്ദേഹം ഈ കമന്റ് പറയുന്നൊന്നും അറിയില്ല. എനിക്കറിയില്ല. മാത്രമല്ല ബ്രോ, ഞാൻ പറയുന്നത് ഇതിൽ പലരും പറയുന്നുണ്ട് സ്വന്തം നാടാണ് സ്വർഗമെന്ന്. ആർക്കാണ് അറിയില്ലാത്തത്? അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം സ്വന്തം നാട് സ്വർഗമാണ്. പക്ഷേ സ്വന്തം നാട്ടിൽ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നുള്ള ചെറുപ്പക്കാർ നാട് വിടുന്നതെന്നുള്ള സത്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് വലിയ അതൊരു ഭയങ്കര ഭാരതം എന്നാൽ ഈ പറയുന്നതിലൊന്നും എനിക്ക് പേഴ്സണലി അതിലൊന്നും വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ന് നാട്ടിൽ പോകണമെന്ന് തീരുമാനിക്കുന്നോ അവിടെയും പ്രിവിലേജ് ഉണ്ട്. ആസ് എൻ ഇന്ത്യൻ ഞാൻ നിന്ന സമയത്ത് എനിക്ക് എന്ത് സിറ്റിസൺഷിപ്പ് ആണോ ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്തിട്ട് ഞാൻ പോയി എൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തിരിച്ചു മേടിക്കുന്നു. ഇതിൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാനും ഇല്ല, ഒന്നും ചെയ്യാനും ഇല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അതിലൊരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതാണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം. പക്ഷേ ബ്രോയുടെ എനിക്ക് ചോദിക്കാനുള്ള ഇതിൽ എനിക്ക് വേറൊരു സാധനം ഞാൻ കണ്ടു. അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഒന്ന് എന്താണെന്ന് പറയണം. തീർച്ചയായിട്ടും. ശരിയാ, ഉള്ള ചെമ്മാനും ചെരുപ്പൂത്തിയും അണ്ടനും അടകോടനും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പറയാനും അറിയാത്തവന്മാരും ഇത് തൂക്കി നടന്ന് ഇതിൻ്റെ വില പോയി. അതിനേക്കാളും അധികം എന്ന് പറയുമ്പം ഈ ഇൻ്റർവ്യൂവിലിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്. ഏത് യവന്മാരെ പോലുള്ളവന്മാരാണ് ഈ ബ്രിട്ടീഷ് വാസന്റെ വിലയും കളഞ്ഞത്. എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? അല്ല, ഇതാണ് പറയുന്നത് പ്രീ ജഡ്ജ്മെന്റൽ എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണ് പാസ്പോർട്ടിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുമായിരുന്നില്ല. കാരണം എനിക്ക് പല ഇൻഫർമേഷനും ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അത് എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എൻ്റെ ഫാമിലി ഒക്കെ നാട്ടിലാണ്. അതോടൊപ്പം തന്നെ ഈ പാസ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് എടുത്തതിന് ശേഷം ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് പിന്നെ വിസ ഓൺ എൻട്രി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഞാൻ എടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ് എനിക്കതിൽ മനസ്സിലായത്. എൻ്റെ ഓൺ അഭിപ്രായമാണ്. കാരണം എനിക്കും അതിനകത്ത് ഒരു പാസ്പോർട്ട്, നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഭിമാനം കൊള്ളുന്ന ആൾ തന്നെയാണ് ഞാൻ എന്ന് ഉള്ളതാണ് അതിൻ്റെ സത്യം.
ഇതിനകത്ത് ഈ പറഞ്ഞ ആൾ പറഞ്ഞത് അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും ഒക്കെ ഇവിടെ വന്നിട്ട് ഈ പാസ്പോർട്ടും തൂക്കി നടക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പാസ്പോർട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ വളരെ കംഫർട്ട് സോണിലൂടെ വളർന്ന ജീവിച്ച ഇവിടെ വന്ന ഒരാളാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ 2003 NHS ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നാട്ടിൽ വെച്ച് നടത്തി. ആ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൽ ഞാൻ ഇൻ്റർവ്യൂവും പരീക്ഷയും ഒക്കെ പാസ്സായി. ഇവരെനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ടിക്കറ്റ് വരെ എനിക്ക് തന്നിട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നീട് അത് മന്ത്ലി അടച്ചാൽ മതിയായിരുന്നു ആ ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് പോലും. എന്നിട്ട് എനിക്ക് ഇവിടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, സ്ട്രൈറ്റ് അവേ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ജോലിയായിരുന്നു അത് ആ സമയത്ത്. അതിന്റെ ബേസിലാണ് ഇവിടെ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പൊ ഞാനൊരു അണ്ടനോ അടകോടനോ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം മാത്രമല്ല, ഈ അണ്ടൻ അടകോടൻ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ വെറുതെ എന്തിൻ്റെയൊക്കെ ഫാക്ടറിൽ ജഡ്ജ് ചെയ്യാണ്. വേറെ എന്താണ് ബ്രോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ? അണ്ടനും അടകോടനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ സൂട്ട് വിട്ട് ടൈ വിട്ട് ഇത്തിരി എലഗന്റ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി വടിയായിട്ടൊക്കെ സംസാരിക്കാൻ പഠിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഐ തിങ്ക് യു ആർ ക്വാളിഫൈഡ് ഫോർ എ ബ്രിട്ടീഷ് സിറ്റിസൺ എന്നുള്ള അർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല, ഞാനിവിടെ പിന്നെ ഇങ്ങനെ വന്നു എന്നൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം പറഞ്ഞ കമന്റുകൾ കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പം ജഡ്ജ് ചെയ്യുമ്പോൾ ആരെയാണെങ്കിലും നമ്മൾ അവരെങ്ങനെ വന്നു, എന്തിനു വന്നു എന്നൊന്നും ചോദിക്കാതെ ആശയത്തിനെ കുറിച്ച് സംസാരിക്കുക. എക്സാക്ട്ലി, ആശയത്തിനെ കുറിച്ച് സംസാരിക്കുക. അല്ലാതെ രണ്ടുപേരിരുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് ലോജിക് ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം മറുപടി പറയാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.